പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ കോൺഗ്രസ് ഓഫീസിലെത്തി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് UDF വേദികളിൽ എത്തുമെന്ന് കുഞ്ഞികൃഷ്ണൻ ഉറപ്പു നൽകിയിരുന്നു. നാളെയാണ് വി കുഞ്ഞികൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇന്നലെ നടന്ന UDF മീറ്റിംഗിലാണ് വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ പ്രാദേശിക ഘടകം തീരുമാനിച്ചത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന, വി കുഞ്ഞികൃഷ്ണൻ കോൺഗ്രസിന്റെ ഘടകങ്ങളുമായോ UDF സംവിധാനമായിട്ടോ ഒന്നും നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നില്ല. ഇതാദ്യമായി വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ RSPയുടെ പിന്തുണ സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് ഓഫീസിൽ എത്തിയിരിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് UDF വേദികളിൽ സജീവമാകുമോ വി കുഞ്ഞികൃഷ്ണൻ? അരുൺ, അങ്ങനെ തന്നെയാണ് നിലവിലെ തീരുമാനം. ഇന്നലെ നടന്ന UDFന്റെ മീറ്റിംഗിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് UDF എത്തിയിരുന്നു. വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാം എന്നുള്ളതായിരുന്നു UDFന്റെ പ്രാദേശിക ഘടകം എടുത്ത തീരുമാനം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇനി മുതൽ അങ്ങോട്ട് UDF വേദികളിൽ താൻ സജീവമാകാം എന്ന് വി കുഞ്ഞികൃഷ്ണൻ ഉറപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു അത്തരമൊരു തീരുമാനത്തിലേക്ക് UDF പ്രാദേശിക ഘടകം എത്തിയത്. ഒരു വിമത നീക്കമൊക്കെ കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നതാണ് പയ്യന്നൂരിൽ. അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. വി കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, താൻ UDF വേദിയിലേക്ക് എത്തിയാൽ, കോൺഗ്രസ് വേദിയിലേക്ക് എത്തിയാൽ CPM വോട്ടുകൾ നഷ്ടമാകുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ UDF പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ UDFുമായി ചേർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വി കുഞ്ഞികൃഷ്ണനുണ്ട്. അങ്ങനെയാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് ഓഫീസിലേക്ക് ആദ്യമായി വി കുഞ്ഞികൃഷ്ണൻ എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഈ രീതിയിൽ കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടും UDF പിന്തുണ നൽകിയിട്ടും പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് യാതൊരു രീതിയിലുള്ള സഹകരണവും UDFും കോൺഗ്രസും വി കുഞ്ഞികൃഷ്ണനും തമ്മിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാദ്യമായാണ് കോൺഗ്രസ് ഓഫീസിലേക്ക് വി കുഞ്ഞികൃഷ്ണൻ എത്തുന്നത്. നാളെയാണ് വി കുഞ്ഞികൃഷ്ണൻ പത്രിക സമർപ്പിക്കുന്നത്. നാളെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസവും. അപ്പോൾ അതിനു മുൻപായി തന്നെ UDF വേദികളിലേക്ക് എത്തുക, കോൺഗ്രസ് വേദികളിലേക്ക് എത്തുക, പ്രചാരണ പരിപാടികളിൽ സജീവമാവുക എന്നുള്ളത് തന്നെയാണ് വി കുഞ്ഞികൃഷ്ണന് മുന്നിലുള്ള മാർഗം. അത് തന്നെയാണ് നിലവിൽ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പയ്യന്നൂരിൽ ഒരു വിമത സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമോ എന്നുള്ള കോൺഗ്രസിന്റെ ആശങ്കയൊക്കെ ഒഴിഞ്ഞ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. വി കുഞ്ഞികൃഷ്ണനുമായി ചേർന്ന് പയ്യന്നൂരിലെ പ്രചാരണ പരിപാടികളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ നിലവിലെ തീരുമാനം, പ്രാദേശിക ഘടകത്തിന്റെ തീരുമാനം, UDFന്റെ തീരുമാനം. അരുൺകുമാർ, വി കുഞ്ഞികൃഷ്ണൻ കോൺഗ്രസ് ഓഫീസിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.